അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവരിൽ ഇത്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നല്ല ഈഗോ പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം, നിങ്ങളൊന്ന് എപ്പോഴും അങ്ങോട്ടേക്ക് വരണം എന്നുള്ളൊരു ചിന്തയും പിടിച്ചു നിൽക്കുന്ന ആളാണ്. ഇങ്ങോട്ടേക്ക് വന്ന് ബഗ് ചെയ്യാനായിട്ട് ആൾക്കൊട്ടും താല്പര്യമില്ല. എന്നാലും വിളിക്കും, ആൾ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈഗോ ആണ്, ഒന്നും അങ്ങനെ വിട്ട്, ആളുടെ തെറ്റാണെങ്കിൽ പോലും അത് ആൾ വിട്ട് സമ്മതിക്കില്ല എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അവർ നന്നായിട്ട് തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഏറെക്കുറെ. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഓരോ കോൾസും ഓരോ മെസ്സേജും ശരിക്കും പറഞ്ഞാൽ അവരാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏത് കോളോ മെസ്സേജുകളോ നിങ്ങളുടെ മൊബൈലിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവരുടെ അവരായിരിക്കും, അല്ലെങ്കിൽ ഓടിച്ചെന്ന് നോക്കുന്നുണ്ടായിരിക്കും അവരാണോ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെയുള്ള ഒരു കുറച്ച് എനർജി കാണുന്നുണ്ട്. ആൻഡ് കുറേ പേരൊക്കെ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരൊക്കെ യുവർ സെൽഫ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം കുറേ നാളുകളായിട്ട് ആ വ്യക്തി നിങ്ങൾക്കൊരു വാല്യൂ തരുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ അത്രയും ബഗ് ചെയ്ത് താഴ്ന്നു നിൽക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങളെ എന്താ പറയുക, അത്രയും കറൻ്റ്ലി നന്നായിട്ട് വളരെ മോശമായിട്ടൊക്കെ നിങ്ങളടുത്ത് ചീത്ത പറഞ്ഞതോ വഴക്ക് പറഞ്ഞതോട്ടുള്ള എനർജി കാണിക്കുന്നുണ്ട്. ലൈക്ക് എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് വേറെ കുടുംബങ്ങളുള്ള ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും അവർക്കും വേറെ കുടുംബങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, ഫാമിലി. ഓക്കെ, എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തിനാണ്, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് നിന്നെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കലല്ല സമയം എന്നുള്ള രീതിയിലേക്കൊക്കെ അവിടെ എന്തോ നിങ്ങളെ മനസ്സിനെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചതായിട്ടുള്ള എനർജി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വളരെയധികം ഹേർട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഹേർട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് വാല്യൂ തരാണ്ടായപ്പോൾ സഹി കെട്ടിട്ട് നിങ്ങളിൽ ചിലവരെങ്കിലും അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യും, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങളിപ്പോഴും നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന അൺനോൺ നമ്പേഴ്സിൻ്റെതാണെങ്കിലോ മെസ്സേജസിലാണെങ്കിലോ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ ആണത് നോക്കുന്നത്, അവരായിരിക്കുമോ എന്നുള്ളത്. അത്തരത്തിലുള്ള എനർജി നന്നായിട്ട് തന്നെ ഇവിടുന്ന് കാണുന്നുണ്ട്. ആൻഡ് അവരൊരു പ്രത്യേകത ഈഗോ പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ തെറ്റായിട്ട് അത് മാറ്റിയെടുക്കും, നിങ്ങളുടെ തലയിലിടും അവർ. അല്ലെങ്കിൽ എന്താ പറയുക, അവരത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതവർ സമ്മതിച്ച് തരില്ല. അവരുടേതായിട്ടുള്ള ഉടക്ക് ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവർ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, മെയിൻലി അവരുടെ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ തിരക്കാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഒരു റിപ്ലൈ തരാൻ വൈകുകയും, ഇവരൊന്നും ആദ്യം അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇപ്പൊക്കെ വിളിക്കുമ്പോൾ ഒരു റിപ്ലൈ ഇല്ല, വിളിക്കുമ്പോൾ ഒക്കെ തിരക്ക് എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും. നിങ്ങളത് മാനസികമായിട്ട് വല്ലാതെ ഒരു മാനസിക സംഘർഷത്തിലാക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഉള്ളൊരു ബിഹേവിയറിന് കാണിക്കുന്നുണ്ട്. ഇവിടെ മെയിൻലി വന്നിട്ട് ഇവിടെ സംതിങ് റിലേറ്റഡ് ടു കർമ്മ വന്നിട്ടുണ്ട്. ഓക്കെ, കർമ്മ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്, കർമ്മ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ നാളുകൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പൂയം, പുണർദം ഇതിൽപ്പെട്ടിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ഒരു കർമ്മഫലത്തോടു കൂടി വന്നിട്ടുള്ളൊരു പേഴ്സണാണ്. ഓക്കെ, അതിൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ ചില കർമ്മകളാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു നാളുകാർ ഇതിലല്ലെങ്കിലും ചിലപ്പോൾ വേറെയും വന്നേക്കാം കേട്ടോ. എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് നാളുകളുടെ ഒരു ഇത് വന്നത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആൻഡ് രണ്ടാമത്തെ കാര്യം, നാഗത്തിൻ്റെ അപ്രീതി കാണുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി എനിക്ക് ഇൻഡ്യൂഷനിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഓരോ കാര്യങ്ങളെടുത്ത് പറയുന്നതാണ്. നാഗങ്ങളുടെ ഒരു അപ്രീതി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ
നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം നാഗത്തെ സൂചിപ്പിക്കുന്നത് എനിക്ക് ഇൻഡ്യൂഷനിൽ ഇവിടെ തെളിയുന്നുണ്ട്. സർപ്പദോഷം എന്ന് കാണിക്കുന്നുണ്ട്. ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത്, സർപ്പം പ്രീതിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധി കാര്യങ്ങളെല്ലാം ഉണ്ടാകും. എന്നാൽ സർപ്പത്തിൻ്റെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചെറിയ നീരസം വന്നാൽ മതി നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും തടസ്സങ്ങളായിരിക്കും. ലൈക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എന്താ, ഇണചേരുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഞരമ്പുകൾക്ക് പോലും പാമ്പുകളുടെ ഒരു ഇതാണെന്ന് പറയാറുണ്ട്. ഓക്കെ, ആ ഞരമ്പിന് പോലും നമുക്ക് അസുഖങ്ങൾ വരാനും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ സർപ്പപ്രീതി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സർപ്പദോഷമുള്ളവർക്ക് കണ്ടുവരുന്നതാണ്. ആൻഡ് റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ ബാധിക്കുക റിലേഷൻഷിപ്പിനെ കൂടിയാണത്. ഓക്കെ, പാമ്പ് ഇണചേരാന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിനെ സർപ്പപ്രീതി ഇല്ലാത്തവർക്ക് നിങ്ങൾ ഏതിലാണോ കണക്റ്റഡ് ആയിട്ട് ഇണചേരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ബന്ധം, ഇണചേരുക എന്ന് പറയുന്നത് മറ്റേത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആഗ്രഹിച്ച് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ബന്ധത്തിൽ പോലും അവിടെ തടസ്സങ്ങളായിരിക്കും എന്നാണ് പറയുക സർപ്പങ്ങൾ ദോഷമുള്ളവർക്ക്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദു ആയിക്കോട്ടെ, നിങ്ങൾ വിചാരിക്കും എന്താ പറയുക, നമുക്ക് സർപ്പപ്രീതി വരാൻ എന്താണ്, സർപ്പത്തിൻ്റെ ഒരു അപ്രീതി വരാൻ എന്താണ്, നമ്മളൊന്നും സർപ്പത്തിൻ്റെ അവിടേക്ക് പോകുന്നുമില്ല, കാണിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. സർപ്പപ്രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റളവിലൊരു 2 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സർപ്പത്തിൻ്റെ ഒരു കാവോ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും അശുദ്ധിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും അതിനെ ബാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. സർപ്പം എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയിട്ടുള്ളതാണ്. നമ്മളിൽ പല ആൾക്കാരും സർപ്പത്തെ അത്ര വില കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികളെ പോലെ അത് ദോഷം ചെയ്യും. വയറ്റിൽ കിടക്കുന്ന കുട്ടികൾക്ക് പോലും സർപ്പദോഷത്തെ ദോഷം ചെയ്യും. തലമുറകളായിട്ട് അവിടെ ഉണ്ടാകും. ഇപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ളൊരു പാമ്പിനെ നമ്മൾ തല്ലിക്കൊന്നു എന്ന് വെക്കും, അത് ചിലപ്പോൾ എന്തെങ്കിലും സർപ്പത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇതാണെങ്കിൽ അത് മതി നമുക്ക് സർപ്പദോഷം ഉണ്ടാകാനും. അല്ലെങ്കിൽ ഇപ്പോൾ പീരീഡ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും നമ്മളുടെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടി ഒരു സർപ്പം ഇഴഞ്ഞാൽ പോലും അത് സ്ത്രീകൾക്കത് ദോഷകരമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു അമ്പലം എടുത്തു കഴിഞ്ഞാൽ, ഒരു ടെമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു 90% അമ്പലങ്ങളിലും ഒരു സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ പുറമേലോ ഉള്ളിലോ ആയിട്ട് ഉണ്ടായിരിക്കും. അത്രയും ഒരു അമ്പലങ്ങളിൽ പോലും അങ്ങനെ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ ഇല്ലാതെ വളരെ കുറവുണ്ടായിരിക്കുള്ളൂ അല്ലേ. 10% ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് 90% അമ്പലങ്ങളിലും സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്തൊരു അമ്പലങ്ങൾ വളരെ കുറവായിരിക്കും. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഒരു അമ്പലത്തിൽ നിന്നല്ല എല്ലായിടത്തും സർപ്പത്തിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം അത്രയും സർപ്പം പ്രീതിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇതാവുന്ന എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറുന്ന പറയാം. അതുപോലെ സർപ്പത്തിൻ്റെ കോപം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നശിക്കുമെന്നും പറയും. അപ്പോൾ സർപ്പദോഷം പലർക്കും കാണുന്നുണ്ട്, എല്ലാവർക്കുമല്ല പലർക്കും കാണുന്നുണ്ട് എന്നതാണ് ഇവിടുന്ന് കാണിക്കുന്നത്.